നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ തോൽവി പരിശോധിക്കാൻ CPIM ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടും വൻ തോൽവിയുണ്ടായ സാഹചര്യം നാളെ മുതൽ ആരംഭിക്കുന്ന പാർട്ടി നേതൃയോഗങ്ങൾ ചർച്ച ചെയ്യും. തന്ത്രങ്ങൾ പിഴച്ചത് എവിടെയാണെന്നും ഭരണവിരുദ്ധ വികാരത്തിന്റെ ആഴം എത്രയുണ്ട് എന്നുമുള്ള വിലയിരുത്തലാകും നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിലും തുടർന്നുള്ള സംസ്ഥാന സമിതിയിലും ഉണ്ടാവുക. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിലും ക്ഷേമ പ്രവർത്തനങ്ങളും വിലയിരുത്തി നിലമ്പൂരിലെ ജനത വോട്ട് ചെയ്യുമെന്നാണ് പ്രചരണത്തിന്റെ ഓരോ ഘട്ടത്തിലും CPIMന്റെയും LDFന്റെയും നേതാക്കൾ പ്രകടിപ്പിച്ച ആത്മവിശ്വാസം. എന്നാൽ ഈ പ്രതീക്ഷയ്ക്ക് ഘടകവിരുദ്ധമായ ജനവിധിയാണ് നിലമ്പൂരിൽ സംഭവിച്ചത്. ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചില്ലേ എന്ന ചോദ്യമാണ് ഇത് നേതൃത്വത്തിന് നേരെ ഉയർത്തുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിച്ച വിഷയത്തിൽ കോൺഗ്രസ് പ്രതിരോധത്തിലായിരിക്കുന്ന സമയത്താണ് RSSുമായി കൂട്ടുചേർന്നുവെന്ന MV ഗോവിന്ദന്റെ പ്രതികരണം വരുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചുവെന്ന് CPIMനുള്ളിൽ അടക്കം പറച്ചിലുണ്ട്. ഇതേപ്പറ്റിയുള്ള രൂക്ഷമായ വിമർശനങ്ങൾക്കും വരുന്ന നേതൃയോഗങ്ങളിൽ സാധ്യതയുണ്ട്. സ്വതന്ത്രനായി മത്സരിച്ച മുൻ MLA PV അൻവർ 20,000-ഓളം വോട്ടുകൾ പിടിച്ചതും CPIMനെ കുഴക്കുന്ന പ്രശ്നമാണ്. അൻവർ പിടിക്കുന്നത് UDFന്റെ വോട്ടുകളായിരിക്കുമെന്നായിരുന്നു CPIM കരുതിയിരുന്നത്. എന്നാൽ ഇതിന് വിപരീതമായ കാര്യമാണ് നിലമ്പൂരിൽ സംഭവിച്ചത്. ഇക്കാര്യത്തിലുള്ള പരിശോധനയും CPIM നടത്തും. UDFന്റെ പ്രചരണ തന്ത്രങ്ങളെ മറികടക്കാനുള്ള പ്രാഗൽഭ്യം നേതാക്കൾ പ്രകടിപ്പിക്കുന്നില്ല എന്ന വിമർശനവും CPIMനുള്ളിൽ ശക്തമാണ്. അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തുന്നതിലും നേതൃത്വത്തിന് വീഴ്ചയുണ്ടെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന വിമർശനം. ഈ ന്യൂനതകളും പിശകുകളും തിരുത്താനുള്ള ചർച്ചകളും തീരുമാനങ്ങളും 3 ദിവസത്തെ CPIM നേതൃയോഗങ്ങൾ ഉണ്ടാകും. തിരുവനന്തപുരത്ത് നിന്ന് ഷൈജു ചാവശ്ശേരിക്കൊപ്പം R. ശ്രീജിത്ത്, 24.